ഇനി നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ, എ ഫെയർ കോയിൻ ഇസ് ടോസ്ഡ് 10 times. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 heads, അറ്റ്ലീസ്റ്റ് 5 heads, അറ്റ് മോസ്റ്റ് 5 heads. ഇതാണൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് നോക്കേണ്ടത്, ഈ ക്വസ്റ്റ്യനിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക എന്നൊന്നും നമ്മളോട് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടില്ല അല്ലേ. പക്ഷേ നമ്മളിവിടുത്തെ റാൻഡം എക്സ്പെരിമെൻ്റ് നോക്കി. എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ്? ഒരു കോയിൻ ടോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോയിൻ ടോസിങ് ആണ് നമ്മളെ ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റേഴ്സ് കോയിൻ ടോസിങ് അല്ലേ. ആ കോയിനെ എത്ര പ്രാവശ്യമാണ് ടോസ് ചെയ്തിരിക്കുന്നത് നോക്കാം അല്ലേ. ഈ കോയിൻ ടോസിങ് റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ 10 പ്രാവശ്യമാണ് ചെയ്തിരിക്കുന്നത്. 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 10 times റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ അതിലത്തെ ഔട്ട്കമ്മുകൾ ഹെഡും ടെയിലും ആണ് അല്ലേ. അപ്പോൾ ഹെഡ് കിട്ടലും ടെയിൽ കിട്ടലായിട്ട് നമുക്ക് ഭാഗിക്കാം. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മുഴുവൻ ഹെഡുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടുന്നതിന് നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നു. നേരെ മറിച്ചിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ടെയിലുകളെ കുറിച്ചിട്ടാണ്. സക്സസ് എന്ന് പറയുന്നത് ടെയിലുകൾ കിട്ടുന്നത് എടുക്കും കേട്ടോ. അപ്പം ഇവിടെ ഹെഡ് കിട്ടുന്നതാണ് നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നത്, ടെയിൽ കിട്ടുന്നത് നമ്മുടെ ഫെയിലിയർ ആണ് അല്ലേ. അപ്പോൾ സക്സസ്സിനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ അല്ലേ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ദറ്റ് ഈസ് പി. സ്മോൾ ലെറ്റർ പി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. പി ഈസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്. ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം, ദറ്റ് ഈസ് 1/2 അല്ലേ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കണം, നമ്മൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിനെ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ സക്സസ് വരാം, അതായത് ഹെഡ് വരാം, ടെയിൽ വരാം. അതിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എഴുതി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹെഡുകളെ കുറിച്ചുള്ള പ്രോബബിലിറ്റീസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ റാൻഡം എക്സ്പെരിമെൻറ്റിനെ n times റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ സക്സസ്സുകളുടെ എണ്ണം, അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സക്സസസ് ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ സക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഹെഡുകളുടെ എണ്ണമാണ്. അപ്പോൾ ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ്, ഹെഡുകളുടെ എണ്ണം. ഇത് ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ്? ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതണമെങ്കിൽ നമ്മൾ പറഞ്ഞു 2 പാരാമീറ്റേഴ്സാണ് അറിയേണ്ടത്. അപ്പോൾ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം, അതാണ് n എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n is equal to, n means number of repetitions, n is equal to 10. ആൻഡ് p എന്ന് പറയുന്നത് മറ്റൊരു പാരാമീറ്ററും കൂടി അറിയണം. അപ്പോൾ നമ്മളത് എഴുതിയിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ദറ്റ് ഈസ് 1/2. അപ്പോൾ ഈ കേസിൽ നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ്, ദറ്റ് ഈസ് എക്സ് എന്ന് പറയാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് മനസ്സിൽ വിചാരിക്കണം. നമ്പർ ഓഫ് ഹെഡ്സ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് സക്സസസ്, എക്സ്. അത് ഫോളോ ചെയ്യുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഫോളോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു കേർവ്ഡ് ആരോ ഇടും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 5 നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ 10 അല്ലേ, 10, പി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇത് മനസ്സിലാക്കിയതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പോൾ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, ഹെഡുകളുടെ എണ്ണം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഗുണം എന്താണ്? അതിൻ്റെ പ്രോബബിലിറ്റി PMF നമുക്ക് എഴുതാം അല്ലേ. ദെൻ PMF ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് സ്മോൾ എക്സ് എന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് ഹെഡുകളുടെ എണ്ണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ്. അത് സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി അതെന്താണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റിയുടെ പാറ്റേൺ എന്താണ്? NCX, P⁻x, Q⁻n−x എന്ന് പറഞ്ഞ പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 10 ആണ്. അപ്പോൾ 10CX, P⁻x, P എന്ന് പറഞ്ഞാൽ ഹാഫ് റേസ് ടു എക്സ്. Q എന്താണ്? Q ഈസ് 1 - P. അപ്പോൾ ഇവിടെ 1 - half വരും, വിച്ച് ഇസ് അഗെയിൻ ഹാഫ്. അപ്പോൾ ഹാഫ് റേസ് ടു 10 - x എന്ന് എഴുതാം. എക്സിന് എടുക്കുന്ന വാല്യൂസ് ഒപ്പം തന്നെ എഴുതണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വാല്യൂ 0, 1, 2, 3 up to n ആണ്. അപ്പോൾ ഈ കേസിൽ 0, 1, 2, 3 up to 10.
അപ്പോൾ ഇതാണ് നമ്മളെ റാൻഡം വേരിയബിൾ എക്സ്, അതായത് ഹെഡുകളുടെ എണ്ണത്തിൻ്റെ പ്രോബബിലിറ്റി ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്നുള്ള അറിവുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PMF ആണെന്ന് പറഞ്ഞല്ലോ, ആ സ്റ്റാൻഡേർഡ് PMFൻ്റെ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റിയത്. ഇനി നമ്മൾ അതിലുള്ള ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 ഹെഡ്സ് അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 5 ഹെഡ്സ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് ഹെഡുകളുടെ എണ്ണം 5 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഹെഡുകളുടെ എണ്ണത്തിനെ നമ്മൾ എക്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 ഹെഡുകൾ എന്ന് പറഞ്ഞാൽ എക്സ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് ഈക്വൽ ടു 5. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് PMF കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ഹെഡുകളുടെ എണ്ണം സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പം സ്മോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 5 എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ എക്സ് വന്ന സ്ഥാനത്ത് ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? 5 ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് 10cx, അത് 10c5 ഹാഫ് റേസ് ടു 5 ഹാഫ് റേസ് ടു 10 മൈനസ് 5. ഈ രൂപത്തിൽ നമുക്കിവിടെ PMFനെ എഴുതാം, അല്ലെ പ്രോബബിലിറ്റിനെ എഴുതാം. അപ്പോൾ ദിസ് ഇസ് 10c5 ഹാഫ് റേസ് ടു 5 ഇൻറ്റു ഹാഫ് റേസ് ടു 5. അപ്പോൾ ഹാഫ് റേസ് ടു 10 എന്ന് നമുക്കിതിനെ എഴുതാം. ഇനി നമുക്കിതിൻ്റെ സിംപ്ലിഫൈ ചെയ്തിട്ട് വെച്ചാൽ നമുക്കതിൻ്റെ ആൻസർ എഴുതിയെടുക്കാം. അപ്പോൾ 10c5 ചെയ്യുമ്പോൾ നമുക്ക് 252 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുന്നത്. 1/2^10 കൂടി ചെയ്താൽ 1/2^10 എന്ന് പറഞ്ഞാൽ 1/1024 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിനെ നമുക്ക് ഒന്നും കൂടി ക്യാൻസലൊക്കെ ചെയ്തിട്ട് ചെറുതാക്കിയിട്ടും എഴുതാം അല്ലേ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 5 ഹെഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചുരുങ്ങിയത് 5 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 5 ഹെഡ്സ്. അപ്പോൾ ചുരുങ്ങിയത് 5 ഹെഡുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അർത്ഥം? ഹെഡുകളുടെ എണ്ണം 5 ഓർ മോർ, 5ഓ 5നെക്കാട്ടോ അധികമോ ഹെഡുകൾ കിട്ടുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ ഹെഡുകളുടെ എണ്ണം എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് നമുക്ക് എഴുതാം. എക്സിലാണ് നമ്മൾ ഹെഡുകളുടെ എണ്ണം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ 5ഓ 5ലധികമോ ആവുക. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസ് 10 വരെയാണെന്ന് പറഞ്ഞു. കാരണം ഒരു കോയിന് 10 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡുകളുടെ എണ്ണം മാക്സിമം 10 അല്ലേ പറ്റുള്ളൂ. 10 പ്രാവശ്യം കോയിൻ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് 11 ഹെഡുകൾ കിട്ടുമോ? അതിനൊരിക്കലും സാധ്യതയില്ലേ. അപ്പോൾ 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ ഹെഡുകളുടെ എണ്ണം മാക്സിമം 10 ആവുള്ളൂ. അപ്പോൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 ആവാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 ആവാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7 ആവാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10. ഇവിടെ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എന്താ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അറിയാം, എന്താണ്? 10cx ഹാഫ് റേസ് ടു എക്സ് ഹാഫ് റേസ് ടു 10 മൈനസ് എക്സ് ആണ്. അപ്പോൾ എക്സ് 5 ആവുമ്പോൾ എന്താണ്? 10c5 ഹാഫ് റേസ് ടു 5 ഹാഫ് റേസ് ടു 10 മൈനസ് 5, അതായത് 5n അല്ലേ. പ്ലസ് അടുത്ത ഏതാണ് വരാൻ പോകുന്നത്? 10c6, എക്സ് 6 ആവുന്നു, ഹാഫ് റേസ് ടു 6 ഹാഫ് റേസ് ടു 10 മൈനസ് 6 വിച്ച് ഇസ് 4, പ്ലസ് 10c7 ഹാഫ് റേസ് ടു 7 ഹാഫ് റേസ് ടു 10 മൈനസ് 7 that is 3, പ്ലസ് 10c8 ഹാഫ് റേസ് ടു 8 ഹാഫ് റേസ് ടു 10 മൈനസ് 8 that is 2, പ്ലസ് ഇങ്ങനെയാണ് അടുത്ത ടേം. അതേമാതിരി 10c9 ഹാഫ് റേസ് ടു 9 ഹാഫ് റേസ് ടു 10 മൈനസ് 9 that is 1, പ്ലസ് ലാസ്റ്റ് ടേം is 10c10 ഹാഫ് റേസ് ടു 10 ഹാഫ് റേസ് ടു 10 മൈനസ് 10 വരെ, അപ്പോൾ 0 ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സിംപ്ലിഫൈ ചെയ്താലാണ് നമുക്ക് റിക്വയർഡ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇവിടെ അറ്റ്ലീസ്റ്റ് 5 ഹെഡ്സ് ചെയ്തു, ഇനി അറ്റ്മോസ്റ്റ് 5 ഹെഡ്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം തേർഡ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 5 ഹെഡ്സ്. അറ്റ്മോസ്റ്റ്
5 ഹെഡ്സ്. അപ്പം കൂടിയത് 5 ഹെഡുകളാണ്. അപ്പം ഹെഡുകളുടെ എണ്ണം എക്സ് എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവാം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ഇത് ഓരോന്ന് എഴുതാൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 10c0, ഹാഫ് റേസ് ടു 0, ഹാഫ് റേസ് ടു 10 - 0, അങ്ങനെ ടേമുകൾ എഴുതുക. സം ചെയ്താൽ നമ്മൾ റിക്വയർഡ് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഈസ് ഷൂട്ടിംഗ് അറ്റ് എ ടാർഗറ്റ്. The probability of him hitting the target is 0.7. If he fires 7 times, find his probability of hitting the target 2 times. Second question, at least once. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യനിൽ എവിടെയും പറയുന്നില്ല അല്ലേ. അപ്പം നമ്മൾ എന്താ ഒരാൾ ചെയ്യുന്നത്, ഒരാൾ ഒരു ടാർഗറ്റിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് അറ്റ് എ ടാർഗറ്റ് അല്ലേ. അപ്പം നമ്മൾ ടാർഗറ്റിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ 2 പോസിബിലിറ്റി അല്ലേ ഉള്ളത്, അവിടെ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ വെച്ചാൽ ടാർഗറ്റിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ടാവാം. ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാം അല്ലേ, അവിടെ ടാർഗറ്റിലേക്ക് അയാൾ ഷൂട്ട് ചെയ്യുന്നത് കൊള്ളാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടാർഗറ്റിൽ കൊള്ളാതിരിക്കും, അപ്പോൾ മിസ് ചെയ്യാം. അപ്പോൾ 2 പോസിബിലിറ്റീസാണ് അവിടെ ഉള്ളത് ഷൂട്ട് ചെയ്യുമ്പം, ഹിറ്റും മിസ്സും. അതായത് 2 ഔട്ട്കംസ് പോലെ 2 സെറ്റായിട്ട് സക്സസ് എന്നും ഫെയിലിയർ ആയിട്ടും നമുക്ക് ഇവരെ ഭാഗിക്കാം. കാരണം ഹിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രോബബിലിറ്റി ചോദിച്ചതുകൊണ്ട് ഹിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സക്സസ് ആയിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ദ ടാർഗറ്റ് ഈസ് 0.7. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സക്സസ് വിച്ച് ഈസ് ഈക്വൽ ടു 0.7 എന്ന് നമുക്ക് തന്നിരിക്കുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ ഇയാൾ എത്ര പ്രാവശ്യമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ എന്ത് പറയുന്നു, 7 പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, ഈ 2 ഔട്ട്കംസ് ഉള്ളത്, 2 ഔട്ട്കംസിനെ തിരിക്കാവുന്ന എക്സ്പെരിമെൻറ്റ്, അതിനെ 7 ടൈംസ് 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ n ഇസ് ഈക്വൽ ടു 7. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പറഞ്ഞത് എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സക്സസസ്. അത് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് പാരാമീറ്റർ n, p എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സക്സസ് ആയിട്ട് എടുക്കുന്നത് നമ്പർ ഓഫ് ഹിറ്റ്സ് ആണ്. അത് ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ n. കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ആണ് 7 അല്ലേ. ആൻഡ് p കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് 0.7. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം, എഫ് ഓഫ് എക്സ് എഴുതിക്കൂടെ, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് ഹിറ്റുകളുടെ എണ്ണം സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 7cx NCX. ഓർമ്മിക്കുക, ബൈനോമിയലിൻ്റെ പ്രോബബിലിറ്റി NCX p റേസ് ടു എക്സ് q റേസ് ടു n - x എന്ന് പറഞ്ഞ ഫോമിലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 7c6 p റേസ് ടു എക്സ്, ദറ്റ് ഈസ് 0.7 റേസ് ടു എക്സ്. q എന്തായിരിക്കും, q ഈസ് 1 - p ആയിരിക്കും, 1 - 0.7 ദറ്റ് ഈസ് 0.3. അപ്പോൾ qൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം, 0.3 റേസ് ടു 7 - x. എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, n വരെ, അതായത് n ഇവിടെ 7 ആണ്, 1 2 3 അപ് ടു 7. അപ്പോൾ ഇതാണ് നമ്മളെ ഹിറ്റുകളുടെ എണ്ണത്തിനുള്ള പ്രോബബിലിറ്റി അല്ലേ. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി ഹിറ്റ്സ് ദ ടാർഗറ്റ് 2 ടൈംസ് അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 2 ഹിറ്റ്സ് ആണ് നമ്മളോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അതായത് നമുക്ക് പ്രോബബിലിറ്റി ദാറ്റ് എക്സിലാണ് നമ്പർ ഓഫ് ഹിറ്റ്സ് കൊടുത്തിരിക്കുന്നത്, 2 ആവാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 7cx വന്നവിടെ 7c2, 0.7 റേസ് ടു എക്സ് വന്നവിടെ 0.7 റേസ് ടു 2, 0.3 റേസ് ടു 7 - 2. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് നമ്മളുടെ ആൻസറാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺസ്. ചുരുങ്ങിയത് ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്യണം. അപ്പം ഹിറ്റുകളുടെ എണ്ണം എക്സസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, ഒക്കെ ആവാം.
പക്ഷെ അതിനെക്കാട്ടും എളുപ്പത്തിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതിയാൽ മതി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1, ദറ്റ് ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് is equal to 0, which is 1 minus 7c0, 0.7 raised to 0, 0.3 raised to 7 minus 0. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 1 മൈനസ് 0.3 raised to 7 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ.